ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പോൾ IBPS PO പ്രിലിംസിൻ്റെ സ്കോർ കാർഡ് റിലീസായിട്ടുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ദിവസമായി റിലീസായിട്ട്. ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചാണ്. പക്ഷെ ഇനി മെയിൻസിന് പോകുന്നതല്ലേ, അപ്പം കുറേ പേര് പ്രിലിംസിൻ്റെ മാർക്ക് നോർമലൈസേഷൻ ശരിയായിട്ടല്ല ചെയ്തത്, ഫെയർ അല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടു. അപ്പം ഞാൻ എൻ്റെതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു 5 മിനിറ്റ് വീഡിയോ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് സ്കോർ വന്നിട്ടുള്ളത് റീസണിങ്ങിൽ 19.43, ഇംഗ്ലീഷിൽ 22.5, ക്വാണ്ടിറ്റേറ്റീവിൽ 9.86, ടോട്ടൽ സ്കോർ വന്നിട്ടുള്ളത് 51.79 ആണ്. കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 49.21 ആണ്. അപ്പോൾ കട്ട് ഓഫിനേക്കാളും ഏകദേശം 2.5 മാർക്ക് കൂടുതലുണ്ട്. അപ്പം എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, ഞാൻ റീസണിങ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് 16 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ 16 ആയിരിക്കണം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ 29 ആയിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ഐ തിങ്ക് 10 മാത്രമേ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ ഞാൻ 55 അറ്റംപ്റ്റ്സ് ആണ് ഞാൻ കൊടുത്തിരുന്നത്. എൻ്റെ ഒരു ഓർമ്മയിൽ പ്രകാരം അറ്റംപ്റ്റഡ് എന്നുള്ളത് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഇതാണ് കിട്ടിയത്. ഇനി മാർക്കറ്റ് ഫോർ റിവ്യൂ എന്നുള്ളത് ഇതിൽ ആഡ് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ 16 റീസണിങ്, ഇംഗ്ലീഷ് 29 ഔട്ട് ഓഫ് 30, ക്വാണ്ടിറ്റേറ്റീവ് 10 ഇത്രയും അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇവിടെ റീസണിങ്ങിന് നോർമലൈസേഷൻ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പൊതുവെ റീസണിങ്ങിലും ക്വാണ്ടിറ്റേറ്റീവിലും നെഗറ്റീവ് വരാറില്ല. കാരണം ഞാൻ ഗസ് വർക്കിന് പോകാറില്ല. കറക്റ്റ് പസിലൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവും കറക്റ്റ് ഓപ്ഷനിലുള്ള ആൻസർ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിലും എനിക്ക് തെറ്റുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഈ റീസണിങ്ങിൽ ഒന്നോ തെറ്റുണ്ടാകാൻ പറ്റും. കാരണം ആൽഫ ന്യൂമറിക് സീരീസ് മാത്രമേ തെറ്റ് വരാനുള്ളൊരു ചാൻസ് ഉള്ളൂ. സോ ഒന്ന് തെറ്റായിരിക്കാം എന്നുള്ള രീതിയിൽ എടുക്കാം. ആൻഡ് റീസണിങ് അത്യാവശ്യം നല്ല ടഫായിരുന്നു. റീസണിങ് കോണ്ടും ടഫായിരുന്നു. പക്ഷെ കോണ്ട് SBI POനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പം കോണ്ട് കുറച്ചും കൂടി കുറച്ച് എന്ന് വെച്ചാൽ 1-2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നല്ല എളുപ്പമായിരുന്നു. നല്ല എളുപ്പം എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമായിരുന്നു. സോ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് കുറച്ചും കൂടി ഗസ് വർക്ക്, ഇതാണോ എന്ന് പറഞ്ഞ് ഗസ് വർക്ക് ചെയ്യാൻ നിൽക്കാം. അപ്പം എൻ്റെ ഒരു ഐഡിയ, നോർമലൈസേഷൻ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ എനിക്ക് റീസണിങ് ഒരു 15 ഒക്കെ കറക്റ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. 16-ൽ 15 കറക്റ്റ് ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. ആൻഡ് ബാക്കി നോർമലൈസേഷൻ വഴി കൂടിയതായിരിക്കണം മാർക്ക്. ഞാൻ എന്തായാലും 20 എബോ അറ്റംപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം റീസണിങ് നല്ല ടഫായിരുന്നു. അപ്പോൾ നോർമലൈസേഷൻ റീസണിങ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവണം. എൻ്റെ ഷിഫ്റ്റിലാണ് ഞാൻ പറയുന്നത്, ഷിഫ്റ്റാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ റീസണിങ് ആയിരിക്കും എളുപ്പം ഉണ്ടാവുക, ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോണ്ട് കുറച്ച് ടഫായിട്ടുണ്ടാവും. എൻ്റെ ഷിഫ്റ്റിൽ എനിക്ക് റീസണിങ് കുറച്ച് ടഫായിരുന്നു. സോ നോർമലൈസേഷൻ വരുന്നുണ്ടെങ്കിൽ റീസണിങ്ങിനായിരിക്കും വരാമെന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. സോ 16 മാർക്കാണ് എനിക്ക് റീസണിങ്ങിന് വന്നിട്ട്, 16 അറ്റംപ്റ്റ് ആണ് കൊടുത്തത്. സോ ഒരു 15 ഒക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 14.75 മാർക്കും ബാക്കി നോർമലൈസേഷൻ. പക്ഷേ ഇത്രയും മാർക്ക് നോർമലൈസേഷൻ വരും എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ്, എനിക്കിത് ശരിയാണെങ്കിൽ ഇത്രയും മാർക്ക് നോർമലൈസേഷൻ വഴി കൂടിയിട്ടുണ്ട്. ആൻഡ് ഇംഗ്ലീഷിൽ എനിക്ക് 29 അറ്റംപ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് ഒരു 24 ഒക്കെ കറക്റ്റ് ആയിരിക്കും. 24 കറക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആണല്ലോ 22.50 കൂട്ടുക. അതൊരു 0.5 ആയതുകൊണ്ട് നോർമലൈസേഷൻ ഒന്നും നടന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അത്ര എളുപ്പമായിരുന്നു ഇംഗ്ലീഷ്. അത് ടഫ് ഉണ്ടെങ്കിൽ മാത്രമല്ല മാർക്ക് നോർമലൈസേഷൻ ചെയ്യാൻ വേണ്ടതായാലും ഉണ്ടാവും. കാരണം സോ 24 ഒക്കെ കറക്റ്റ് ഉണ്ടാവാം. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് 10 ഔട്ട് ഓഫ് 10 കറക്റ്റ് ആയിരിക്കും. 10 ഔട്ട് ഓഫ് 10 കറക്റ്റും 9.86 എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൈസേഷൻ്റെ കാര്യമല്ല. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ IBPSൻ്റെ ഒരു എക്സാം പാറ്റേണിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ചില ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ചിട്ടായിരുന്നു എക്സാമിന് ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ചില ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് അല്ലെങ്കിൽ 1.5 മാർക്ക് ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് 10 മാർക്ക് കൂടുതലായിരിക്കും ഉണ്ടാവുക. സോ കാരണം ഇത് ഇപ്പം 40 അങ്ങനെ ആയിരിക്കും ഉണ്ടാവാന്നാണ് നമ്മളോട് എന്താ പറയുക, പാറ്റേൺ ചേഞ്ച് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എക്സാമിൻ്റെ സമയത്ത് അങ്ങനെയില്ല. എല്ലാ ക്വസ്റ്റ്യനും ഈക്വലി മാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, റീസണിങ്ങിൽ മാർക്ക് 1 സംതിങ് ആണ് ഒരു ക്വസ്റ്റ്യന് വരാം മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവിൽ 0 സംതിങ് ആണ് ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് വരാം. ഓക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് സ്കോർ ഉള്ളതെന്നാണ് എക്സാം പേപ്പർ
അതായത് എക്സാം ഹാളിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇൻസ്ട്രക്ഷൻസിൽ ഈക്വലി ഡിവൈഡഡ് എന്നുള്ളൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ റീസണിങ്ങിൽ ഒരു ക്വസ്റ്റ്യന് 1 പോയിന്റ് സംതിങ്, ഒരു മാർക്കല്ല, ഒരു കറക്റ്റ് ആൻസറിന് ഒരു മാർക്കല്ല, 1 പോയിന്റ് സംതിങ് ആണ് വരിക. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവിൽ 0 പോയിന്റ് സംതിങ് ആണ് വരിക. അപ്പം ആ രീതിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ റീസണിങ്ങിൽ 15 കറക്റ്റ് ആണെങ്കിൽ 15 മാർക്കും പിന്നെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു 16 പോയിന്റ് മാർക്കോ മറ്റും വന്നിട്ടുണ്ടാകും. ബാക്കി 3 മാർക്കോ മറ്റും നോർമലൈസേഷൻ വഴി കൂടിയതായിരിക്കണം. ആൻഡ് അതേപോലെ 10 ശരിയാണ്, 10 മാർക്ക് കിട്ടേണ്ടടുത്ത് 0.86 ആണ് എനിക്ക് 9.86 ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ 0 പോയിന്റ് സംതിങ് ആണ് വരാം. അപ്പം 10ലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ രീതിയിലായിരിക്കും. ഇനി നോർമലൈസേഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി മാർക്ക് വ്യത്യാസം വരുന്നത്. അതിൽ ഇംഗ്ലീഷ് സ്കോർ ചെയ്തവർ മാക്സിമം ഇത് കട്ട് ഓഫ് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. 20 സ്കോർ ചെയ്തവർ. ബാക്കി രണ്ടും അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് ചെയ്തെങ്കിൽ കട്ട് ഓഫ് പാസ്സാവുന്നുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 49.21 ആണ്. കഴിഞ്ഞ വർഷം 48 ആണ് തോന്നുന്നുണ്ടായിരുന്നത്. അതിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 46 to 48 ആണ്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 46 to 48 വരും OBC കട്ട് ഓഫ് എന്നാണ്. OBC കട്ട് ഓഫ് എന്നാണ് എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ 49 ആണ് ഇപ്പോൾ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഒരു മാർക്ക് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിന് നന്നായിട്ട് അറ്റംപ്റ്റ് കൊടുത്തതും റീസണിങ്ങിൽ ഈ ഒരു അറ്റംപ്റ്റ് കൊടുത്തതും കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് അത്യാവശ്യം മാർക്കും. കാരണം കോണ്ട് എനിക്ക് ഈ ഒരു ലെവലിൽ എനിക്ക് എപ്പോഴും പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൽ വലിയ അതിശയമൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷും അത്യാവശ്യം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. റീസണിങ് അത്യാവശ്യം മാർക്കുണ്ട്. സോ ഇത് രണ്ടും കൂട്ടിയത് കൊണ്ടായിരിക്കാം ഒബ്റ്റെയിൻഡ് സ്കോർ ഈ ഒരു ലെവൽ. ജസ്റ്റ് ആണ്, അത്രയും നല്ലോണം മാർക്ക് കൂടുതലൊന്നുമല്ല, എന്നാലും ജസ്റ്റ് എബോ കട്ട് ഓഫ് എബോ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് എൻ്റെ സ്കോർ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ആയിരിക്കാം നോർമലൈസേഷനും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വന്നിട്ടുണ്ടാവുക. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയാണ്. റീസണിങ് 1 പോയിന്റ് സംതിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് 0 പോയിന്റ് സംതിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ നിങ്ങൾക്ക് കിട്ടാണ്ടായി പോയിട്ടുണ്ടാവും. പിന്നെ കുറേ പേര് അറ്റംപ്റ്റ് കുറേ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പാസ്സായില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇതിൽ എന്തുണ്ട്, സെക്ഷണൽ കട്ട് ഓഫ് കൂടി നമ്മൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഞാൻ കണ്ടു ഇംഗ്ലീഷിൽ അവർ പാസ്സായിട്ടില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ സെക്ഷണൽ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ പറയാം റീസണിങ്ങിന് 5.5 മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. 5.5 മാർക്കിനേക്കാളും കൂടുതലുണ്ടാവണം. ഇംഗ്ലീഷിന് 9.75ഉം ക്വാണ്ടിറ്റേറ്റീവ് 4.25ഉം ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 49.21 എന്ന് പറയുന്ന കട്ട് ഓഫ് പാസ്സായി കഴിഞ്ഞാലും ഇതിലേതെങ്കിലും ഒരു സെക്ഷനിൽ നിങ്ങളുടെ കട്ട് ഓഫ് പാസ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താവില്ല, ക്വാളിഫൈ ആവില്ല. ഓക്കെ. അതായത് ഇപ്പോൾ റീസണിങ്ങിൽ ഇപ്പോൾ ഇവിടെ സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല, എന്നാലും 40-ൽ 40, 30-ൽ 30 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 70 ആണ്. കോണ്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ 70 മാർക്ക് അത്രയൊന്നും കട്ട് ഓഫ് എന്തായാലും വരില്ലല്ലോ. 50ക്ക് താഴെയല്ലേ കട്ട് ഓഫ് വരും. സോ 70 മാർക്ക് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്വാണ്ടിറ്റേറ്റീവിൽ ഈ 4 മാർക്കും കൂടി കിട്ടിയാൽ മാത്രമേ നിങ്ങൾ മെയിൻസിന് ക്വാളിഫൈ ആവുള്ളൂ. അപ്പോൾ അത് SPIക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് ഇനി ആരെങ്കിലും അറ്റംപ്റ്റ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷണൽ പാസ്സാവാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ഓവറോൾ പാസ്സാവാതിരുന്നത്. നിങ്ങൾ ഓവറോൾ ടോട്ടൽ സ്കോർ കിട്ടിയത് കൊണ്ട് മെയിൻസിന് ക്വാളിഫൈ ആവില്ല. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ എത്ര അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നോ, ഇപ്പോൾ ഇവിടെ 70 അറ്റംപ്റ്റ് കൊടുത്തു, അതിൽ ഈ 70 അറ്റംപ്റ്റ് കൊടുത്തത് എന്ന് പറയുമ്പം ഇതിൽ നിങ്ങൾ ചിലപ്പോൾ ഈ മാർക്ക് പാസ്സായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ആയിട്ട്. അപ്പോൾ എല്ലാ സെക്ഷനിലും ഒരു മിനിമം ക്വാളിഫൈ മാർക്കെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ബാക്കി എത്ര അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതല്ല, സെക്ഷണൽ വൈസ് ക്വാളിഫൈ. IBPSൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. SPIക്ക് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ. അപ്പം ഇത്രയാണ്. ഇനിയിപ്പം മെയിൻസിൻ്റെ എക്സാം 12th മെയിൻസ് എക്സാം ഉള്ളത്. മെയിൻസ് എക്സാം ഉള്ളവർ നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങൾ ആക്ച്വൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ പോവാം. അത് കുറേ സമയം ഇരിക്കണം എന്നുള്ള രീതിയിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ മടിയുള്ള കാരണം ഇരിക്കാൻ നിൽക്കരുത്. ഒരു ദിവസം ഒരു മോക്കെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യുക. ഒരു മോക്കേ ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും, കാരണം 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ. സോ ഒരു മോക്ക് എക്സാമിന് മുമ്പ് ഒരു 2-3 മോക്കെങ്കിലും ഇനിയുള്ള 3 ദിവസത്തിൽ ചെയ്യുക. 2 മോക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. ആൻഡ് ഡിസ്ക്രിപ്റ്റീവും കൂടി ചെയ്യുക. ഞാൻ മാക്സിമം പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാസ്സാവും എന്നുള്ള വിശ്വാസമൊന്നുമില്ല, പക്ഷെ എൻ്റെ മാക്സിമം കൊടുക്കാം. ഈ ഒരു മെയിൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, എൻ്റെ ഫസ്റ്റ് മെയിൻസാണ്. അപ്പോൾ ഈ മെയിൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് SBI ക്ലർക്ക് ഉണ്ട്, IBPS ക്ലർക്ക് ഉണ്ട്. അത് പാസ്സാവും എന്നുള്ള വിശ്വാസത്തിലാണുള്ളത്. IBPS ക്ലർക്ക് പാസ്സാവുന്നുള്ളൊരിതുണ്ട്. അപ്പം അതിൻ്റെ മെയിൻസിലേക്കെങ്കിലും ആയല്ലോ. അപ്പോൾ ഇത് എന്തായാലും എഴുതണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറ്റംപ്റ്റ് കൊടുക്കാം, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ഒരു
വിഷയമല്ല. അറ്റംപ്റ്റ് കൊടുക്കുക, ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പം ഞാനുള്ളത്. ഇപ്പം ഞാനിപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവും ചെയ്യുന്നുണ്ട്. സോ എന്നാൽ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ച് 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 അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങളും ഒന്നും പഠിക്കാത്തവർ പോലും ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. എക്സാം എഴുതാം, അറ്റംപ്റ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു കിട്ടുന്ന ഒരു അവസരമല്ലേ, മെയിൻസ് എഴുതാൻ പറ്റുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു ആക്ച്വൽ എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. അത് മിസ് ചെയ്യരുത്. പഠിച്ചവർ നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി പോയി എഴുതാം, കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ പോയി എഴുതാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് IBPS PO മെയിൻസ് ഇല്ലാത്തവർ SBI ക്ലർക്കിൻ്റെയും IBPS ക്ലർക്കിൻ്റെ അനാലിസിസ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അത്യാവശ്യം അറ്റംപ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. 1.5 മാസം 1 മാസം നമുക്ക് സമയം കിട്ടും. അപ്പോൾ 1 മാസമേ ഉള്ളൂ തോന്നുന്നില്ല ഇനി. അപ്പോൾ ആ 1 മാസം ഇരുന്ന് പഠിക്കുക. കാരണം പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് 1 ആഴ്ചയോ 2 ആഴ്ചയോ മറ്റേ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്കൊന്നും ആവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത്യാവശ്യം അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ളവർ അതിൻ്റെ മെയിൻസിന് കൂടി സൈഡിലേക്ക് കൂടി പഠിച്ചു പോവുക. അതിൻ്റെ കൂടെ തന്നെ RRB POൻ്റെയും ക്ലർക്കിൻ്റെയും കൂടി നോക്കി നോക്കി പോവുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. മെയിൻസ് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ. ഓക്കെ, താങ്ക് യു.